എറണാകുളം കുറുപ്പംപടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ പ്രതി ധനേഷിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. അതിനിടെ പീഡന വിവരം മറച്ചുവച്ചതിനും മദ്യം കഴിക്കാൻ പ്രേരിപ്പിച്ചതിനും കുട്ടികളുടെ അമ്മയ്ക്കെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. പെൺകുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്നാണ് ധനേഷിന്റെ മൊഴി. കുട്ടികളുടെയും സ്കൂൾ അധ്യാപികയുടെയും മൊഴികളും അമ്മയുടെ അറസ്റ്റിൽ നിർണായകമായി. അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുവെന്ന് കുട്ടികളും മൊഴി നൽകി. ധനേഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. അതിലൂടെ അമ്മയുടെ പങ്കിൽ കൂടുതൽ വ്യക്തത വരും. ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകളും ചുമത്തും. പെൺകുട്ടികളുടെ അമ്മയെ ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇന്നലെ മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ രാത്രിയോടെയായിരുന്നു അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അമ്മ കുറ്റസമ്മതം നടത്തിയിട്ടില്ലെങ്കിലും ആൺസുഹൃത്ത് പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്ന് കുട്ടികളുടെയും ക്ലാസ് ടീച്ചറുടെയും മൊഴി കേസിൽ നിർണായകമായി. ധനേഷ് 3 മാസമായി അമ്മയ്ക്ക് പീഡനത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. 10-12 വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് കുട്ടികളുടെ അമ്മയുടെ സുഹൃത്തായ ടാക്സി ഡ്രൈവറെ കഴിഞ്ഞ ദിവസമാണ് കുറുപ്പംപടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടികളുടെ അമ്മയുമായി ഉണ്ടായിരുന്ന സൗഹൃദം മുതലെടുത്തായിരുന്നു പീഡനം. പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെയും ദുരുപയോഗം ചെയ്യാനുള്ള പ്രതിയുടെ ശ്രമമാണ് പീഡന വിവരം പുറത്തറിയാൻ കാരണമായത്. പെൺകുട്ടികളുടെ പിതാവ് മരിച്ചതിന് ശേഷമാണ് കുട്ടികളുടെ അമ്മയുമായി പ്രതി ബന്ധമുണ്ടാക്കിയത്. രണ്ടാനച്ഛൻ എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യം മുതലെടുത്താണ് പെൺകുട്ടികളെ പ്രതി ദുരുപയോഗം ചെയ്തത്. അടിക്കടി വീട്ടിൽ വന്നിരുന്ന പ്രതി പെൺകുട്ടികളെ 2 വർഷത്തോളം ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് കേസ്. പെൺകുട്ടികളുടെ സഹപാഠികളായ മറ്റു കുട്ടികളെയും ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമമാണ് പ്രതിയെ കുടുക്കിയത്. ഇക്കാര്യം മനസ്സിലാക്കിയ സ്കൂളിലെ അധ്യാപികയാണ് പോലീസിനെ സമീപിച്ചത്. പെൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയുടെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അമ്മയെ കേസിൽ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കേണ്ട സാഹചര്യം മനസ്സിലാക്കിയായിരുന്നു ഈ നീക്കം. അമ്മയും ആൺസുഹൃത്തും ചേർന്ന് മദ്യം നൽകിയെന്നാണ് പെൺകുട്ടികളുടെ മൊഴി. പ്രതി ധനേഷ് വീട്ടിലെത്തുമ്പോഴെല്ലാം നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചിരുന്നതായും പെൺകുട്ടികൾ പറയുന്നു. കേസിൽ നിർണായകമായത് കുട്ടിയുടെ ക്ലാസ് ടീച്ചറുടെ മൊഴിയാണ്. കൂട്ടുകാരിക്ക് എഴുതിയ കത്ത് കണ്ട ക്ലാസ് ടീച്ചറോട് 12 വയസ്സുകാരി നടന്നതെല്ലാം പറഞ്ഞിരുന്നു. മദ്യം നൽകിയെന്ന് ടീച്ചർ പറഞ്ഞ വിവരം രഹസ്യമൊഴിയിൽ ഇല്ലാത്തതിനാൽ പെൺകുട്ടികളുടെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തി. പീഡന വിവരം മറച്ചുവച്ചതിന് അമ്മയ്ക്കെതിരെ ചുമത്തിയ പോക്സോ കേസിൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചെന്ന വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതി പെൺകുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. 10-12 വയസ്സുള്ള പെൺകുട്ടികളാണ് പീഡനത്തിന് ഇരയായത്. 3 വർഷം മുമ്പ് ഇവരുടെ പിതാവ് മരിച്ചിരുന്നു. പിതാവ് രോഗബാധിതനായിരുന്ന സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി വിളിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് കുട്ടികളെ ഉപദ്രവിച്ച പ്രതി ധനേഷ്. പിതാവിന്റെ മരണശേഷം കുടുംബവുമായി കൂടുതൽ അടുത്ത ഇയാൾ ശനി ഞായർ ദിവസങ്ങളിൽ സ്ഥിരമായി വീട്ടിലെത്തുമായിരുന്നു. നാളുകളായി പ്രതി ഉപദ്രവിക്കുന്ന വിവരം പെൺകുട്ടികളിൽ ഒരാൾ സുഹൃത്തിനോട് പറയുകയും ചെയ്തു. ആ സുഹൃത്താണ് സ്കൂൾ അധികൃതരെ വിവരം അറിയിച്ചത്. സ്കൂൾ അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത്.